കേരളം കുംഭമേളയിൽ നിന്ന് വിട്ടുനിന്നു കുംഭമേളയെ പുച്ഛിച്ചു എന്നുണ്ടെങ്കിൽ കേരളം കുംഭമേള നടത്തിക്കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യും. കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് തിരിച്ചു പോകുന്ന പാതയിലാണ്. എന്തിനു വേണ്ടി ഒരാൾ കൈലാസത്തിലേക്ക് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി? അവനവന്റെ വേരുകൾ തിരിച്ചറിയാൻ വേണ്ടി തന്നെ പോകണം. പക്ഷെ എവിടെയെങ്കിലും ഒരു മൊമെന്റ് നിങ്ങൾ ചെയ്ത യാത്രയിൽ നിങ്ങളും ഭഗവാനും മാത്രമാവുന്ന ഒരു മൊമെന്റ്, ആ മൊമെന്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെ ഒരാൾക്ക് പഞ്ചകൈലാസ യാത്രകൾ പോകാം? നിങ്ങൾക്ക് അവിടെ എത്താനുള്ള സമയമുണ്ട്. ആ സമയമാകുമ്പോഴേ നിങ്ങളുടെ യാത്ര നടക്കും. എങ്ങനെയാണ് ഇതിനൊരു എക്സ്പെൻസ് വരുന്നത്? അതിനൊരു മണി മേക്കിംഗ് മാത്രമായി മാറിയാൽ ശരിയാവും. തീർത്ഥയാത്രകളാവണം എന്നുള്ളതാണ്. മാനസരോവറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആദിശേഷന്റെ പ്രസൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇടമാണ്. ശേഷനാഗത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഫീൽ ചെയ്ത് ദുര്യോധനോട് ദ്രാഷ്ട്ര പറയുന്നു, ദുർലഭമാകിന മനുഷ്യത ലഭിച്ചാൽ വല്ലതും നിവൃത്തിപദമുണ്ടായി ചെയ്യുക ഹരശം. മനുഷ്യജന്മത്തിൽ ചെയ്യേണ്ടത് നിവൃത്തിപദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ നിവൃത്തിപദം ചെയ്യാൻ നമ്മളെ മുമ്പിൽ തീർത്ഥാടനങ്ങളുടെ ചക്രവർത്തി അല്ലെങ്കിൽ ഏറ്റവും അവസാന വാക്കെന്ന് പറയുന്നത് കൈലാസയാണ്. എങ്ങനെ ഒരാൾക്ക് പഞ്ചകൈലാസ യാത്രകൾ പോകാം? എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രൊസീജിയർ? നോക്കൂ, കൈലാസ യാത്രകളുടെ അപ്ലിക്കേഷൻസ് ഇപ്പൊ നമ്മളെപ്പോലുള്ള കമ്പനികളൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം മുമ്പേ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ശാരീരികമായിട്ട് അവരവിടെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. കാരണം യാത്ര നടക്കൂല്ലെന്ന് പോലും നമുക്ക് അറിയില്ല. ഇത്തവണ നമുക്ക് അറിയാം യാത്ര നടക്കുമെല്ലാം സംവിധാനം. അപ്പൊ നമ്മുടെയൊക്കെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ആരംഭിച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ബാച്ചുകൾ തിരിച്ച് 3 ബാച്ചുകൾ തിരിച്ച് ആ ബാച്ചുകളിലേക്ക് മാറ്റി അതിനനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതിൽ 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ എക്സസൈസ്, പ്രാണായാമം, സ്ട്രെച്ചിങ്, ഈ 3 കാര്യങ്ങളുടെ ഒരു വീഡിയോസ് കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 50-നും 60-നും ഇടയ്ക്കുള്ളവർക്ക് ഈ പറഞ്ഞ 3-ന് പുറമെ അതിൻ്റെ ലെവലിലുള്ള ഫിസിക്കൽ എക്സസൈസും സ്ട്രെച്ചിങ്ങും പ്രാണായാമവും പിന്നെ യോഗ ചെയ്യാനുള്ളത് പഠിക്കുന്നു. 50-നും 60-നും 70-നും ഇടയ്ക്കുള്ളവർക്കും ആ രീതിയിൽ അങ്ങനെ ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ട് അതിൽ തന്നെ കുതിരപ്പുറത്ത് പോകുന്നവർ, നടന്നു പോകുന്നവരെന്ന് തിരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പദ്ധതികളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സ്പിരിച്വൽ ക്ലാസ്സുകൾ നമ്മളൊരു 3 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്യും. അതും ഗ്രൂപ്പ് വൈസ് തന്നെ ആയിരിക്കും. പലപ്പോഴും റെക്കോർഡഡ് വീഡിയോസും അവൈലബിൾ ആക്കും. അതിപ്പോൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സെഷൻ മിസ്സാവാതിരിക്കാൻ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആക്കും. പിന്നെ ഞാൻ പറഞ്ഞ താന്ത്രിക് സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അവസാന നിമിഷത്തിൽ ഉണ്ടാവും. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് പൂജ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ ഉണ്ടാവും. അപ്പൊ ആ യാത്രയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു തീർത്ഥയാത്രയാക്കാൻ വേണ്ട എല്ലാ ശ്രമവും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് കൈലാസ യാത്ര. ഇനിയിപ്പോ ഇതില് മറ്റുള്ളതൊക്കെ സീസണൽ യാത്രയാണ്. അപ്പൊ അമർനാഥ് ആണെന്നുണ്ടെങ്കിൽ പോലും ശ്രീകണ്ഠ്, കിന്നർ, മണിമഹേഷ് അതൊക്കെ സീസണൽ യാത്രകളാണ്. അപ്പൊ ആദികൈലാസത്തിന്റെ സീസൺ ശരിക്കും ഒക്ടോബർ ലാസ്റ്റോടുകൂടി അവസാനിക്കും. മെയ് മുതൽ ഒക്ടോബർ വരെയാണ്. ആ സമയത്ത് നമ്മൾ യാത്രകൾ അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പൊ അനൗൺസ് ചെയ്തപ്പോൾ ലാസ്റ്റ് ബാച്ച് ഒക്ടോബർ 10-ന് പോയി വന്ന് അപ്പോഴേക്കും നന്നായിട്ട് മഞ്ഞായി അവിടെ. ഇനി പോകുന്നത് നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും, മഞ്ഞ് വീണ് തുടങ്ങി. പിന്നെ സെപ്റ്റംബർ, ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ മണിമഹേഷ്, ശ്രീകണ്ഠ്, കിന്നർ യാത്രകൾ നടക്കുന്നത്. അത് വളരെ ഷോർട്ട് പീരീഡിൽ തുറക്കുന്ന യാത്രകളാണ്. 1 മാസത്തേക്ക് തുറക്കുന്ന യാത്രകളാണ്, 15 ദിവസത്തേക്ക് തുറക്കുന്ന യാത്രകളാണ്. അപ്പൊ അതനുസരിച്ച് യാത്രകൾ അനൗൺസ് ചെയ്യും. നമ്മുടെ ഒരു ഗ്രൂപ്പിലൊക്കെ അത് യാത്രകൾ അനൗൺസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൈലാസ യാത്ര മാത്രമാണ് നമ്മളൊരു 6 മാസം മുമ്പ് ബുക്കിംഗ് എടുത്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങും. മറ്റുള്ള യാത്രകളൊക്കെ അതിനുള്ള ഹെൽത്ത് ഉള്ള ആൾക്കാരെ വരുള്ളൂ. അപ്പൊ ആ സമയത്ത് അവരെ കൊണ്ടുപോകണം. ആദ്യ കൈലാസ യാത്രയ്ക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പൊ പലരോടും നമ്മൾ പറയാറുണ്ട്, ഒരു കൈലാസെങ്കിലും കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യ കൈലാസ യാത്രയുടെ മോട്ടോർ വാഹനത്തിൽ വരും. അതിൽ പോയിട്ട് ഒരു കൈലാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവന്ന് വരുത്താം. പ്രായമായ ആൾക്കാർ കുറെ പേര് വരുന്നത്. ഇപ്പോ എങ്ങനെയാണ് ഇതിനൊരു എക്സ്പെൻസ് വരുന്നത്? നോക്കൂ, കൈലാസ യാത്രയുടെ ഇനി വരാൻ പോകുന്ന വർഷത്തെ എക്സ്പെൻസ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 5% വർധനയാണ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇനി ഇതിൽ ഒരു ചെറിയൊരു ആശയക്കുഴപ്പം നിൽക്കുന്നത് ചിലപ്പോൾ ചൈനയുടെ ഫീസ് കൂട്ടിയെന്ന് വരാം. അപ്പൊ ഇതിൽ വലിയൊരു ഗണ്യമായൊരു ഭാഗം ചൈനയുടെ ഫീസാണ്. അപ്പൊ ശരിക്കും ഈ ഒരു പാക്കേജ് കോസ്റ്റ് ദില്ലി ടു ദില്ലി വരുന്നത് 2,57,000 രൂപയാണ്. അതിൽ ദില്ലിയിൽ വരുന്ന ദിവസത്തെ താമസവും ഡിന്നർ മുതൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്ന് ദില്ലി എയർപോർട്ടിൽ വിടുന്ന വരെയുള്ള എല്ലാ എക്സ്പെൻസസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കുതിരയും പോർട്ടറൊക്കെ എടുക്കുന്നത് അനുസരിച്ച് പേഴ്സണൽ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് മാത്രമേ വരൂ. ബാക്കി ഇവിടെ ദില്ലിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് തിരിച്ചു വരുന്നത് ഉൾപ്പെടെ എല്ലാം ഇൻക്ലൂസീവ് 2,87,000 രൂപയ്ക്കാണ് തീർത്ഥയാത്രയുടെ യാത്രകൾ നടക്കുന്നത്. മറ്റ് ഏജൻസികളിൽ എനിക്ക് അങ്ങനെ അറിയില്ല. ചിലർ കൂടുതൽ മേടിക്കുന്നുണ്ടാവാം, ചിലർ കാഠ്മണ്ഡു ടു കാഠ്മണ്ഡു ട്രിപ്പ് നടത്തുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലാണ്. ഇപ്പൊ മറ്റു യാത്രകൾ, ഇപ്പൊ കിന്നർ പോലെയുള്ള വിലാസങ്ങളിലേക്കുള്ള യാത്രകളാണെങ്കിൽ അതിന്റെ എക്സ്പെൻസ് എങ്ങനെയാണ്? അതൊക്കെ വളരെ വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറയ്ക്കാൻ സാധ്യതയുള്ളിടത്തോളം നമ്മൾ കുറയ്ക്കും. ഇപ്പോൾ ആദ്യ കൈലാസ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 52,800 രൂപയ്ക്കാണ് ദില്ലി ടു ദില്ലി കഴിഞ്ഞോണം ഓപ്പറേറ്റ് ചെയ്തത്.
അതേ സാധനം കാത്ഗോഡം ടു കാത്ഗോഡം KMEN ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ 50,000 രൂപയ്ക്കാണ്. അപ്പൊ അതിൽ പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദർശനം കൊടുക്കുന്നു എന്നുള്ള സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരു വണ്ടിയുടെ കംപ്ലൈന്റ് വന്നു, വണ്ടി വഴിയിൽ മാറ്റേണ്ടി വന്നു. അങ്ങനെ ടണക്പൂരിൽ ഒരു ഗേറ്റ് ഉണ്ട്, രാത്രി 8 മണിക്ക് ശേഷം ആരെയും കടത്തി വിടില്ല. അപ്പൊ ഞങ്ങളവിടെ എത്തിയപ്പോൾ 8:12 പല വിധത്തിൽ ശ്രമിച്ചിട്ട് അവർ കടത്തി വിട്ടില്ല. അപ്പൊ ഈ 45ഓളം പേര് നമുക്ക് അന്ന് വേറെ അക്കോമഡേഷൻ, ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു, അവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന മാർജിനേ ഈ യാത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ വളരെ മനോഹരമായ ദർശനമായിരുന്നു, ഒരു മേഘം പോലും ഇല്ലാത്ത ദർശനമായിരുന്നു. എന്നുള്ള നിലയ്ക്ക് ആ യാത്രയിൽ നമ്മൾ സക്സസ് തന്നെയാവും. അതിനകത്ത് ഒരു മണി മേക്കിംഗ് മാത്രമായി മാറിയാൽ ശരിയാവില്ല, തീർത്ഥയാത്രകളാവണം എന്നുള്ളതാണ്. അപ്പോൾ ആദിവാസി യാത്രയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വരുന്നത്. 50,000 52,000 ഇടയിലുള്ള കോസ്റ്റ് വരാം. മറ്റ് യാത്രകൾ വന്നപ്പോൾ മണിമഹേഷൊക്കെ ഒരു 16,000 17,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അമൃത്സർ ടു അമൃത്സർ യാത്രകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ശ്രീകണ്ഠൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 28,000 അടുത്ത് വരാം, അത്രയോ വരും. കിന്നറാണെങ്കിൽ ഒരു 18-22 ഇടയിൽ നിൽക്കും. അപ്പം ഇങ്ങനെയാണ്. ആ യാത്രകളൊന്നും കോസ്റ്റ്ലി അല്ല ശരിക്കും പറഞ്ഞാൽ. കോസ്റ്റ്ലി ആയിട്ട് വരുന്ന കൈലാസാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നേപ്പാളിൻ്റെയും ചൈനയുടെയും ഫീസുകൾ കൊടുത്തു കഴിയുമ്പോൾ വളരെ ചെറിയ പൈസയാണ് ഇന്ത്യൻ ഏജൻസികൾക്ക് ബാക്കിയാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യാത്രകൾ നടത്തുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ മാനസരോവറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആദിശേഷന്റെ പ്രസൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇടമാണ്. അപ്പോൾ പണ്ടൊക്കെ മാനസരോവർ തീർത്ഥത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. പക്ഷെ ആ ഒരു അനുഭവം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇറങ്ങി കുളിച്ചിട്ടുണ്ട് മാനസരോവറിൽ. അത് ശേഷനാഗത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ ഫീൽ ചെയ്യുന്നത് കൊണ്ടല്ല, അതിന്റെ മാനസരോവറിന്റെ അടിഭാഗം എന്ന് പറയുന്നത് വളരെ പതുപതുത്ത മണ്ണെന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ജലാശയത്തിലെ മണ്ണിൽ തൊടുന്ന പോലെ അല്ല തോന്നുക. ഒരു സ്പോഞ്ചിലൊക്കെ തൊടുന്ന പോലെ, ഒരു 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 ജീവിയുടെ ശരീരത്തിൽ തൊടുന്ന പോലൊരു ഫീല് നമുക്ക് അവിടെ കിട്ടാറുണ്ട് അതിൽ ഇറങ്ങുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ ആ ഒരു ഓർമ്മ വരുന്നത് ആദിശേഷൻ. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഐതിഹ്യം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ഒരു അനുഭവം നമുക്ക് അവിടെ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഇത്തരം യാത്രകൾ പോകുമ്പോ ഈ യാത്രയിൽ ഒപ്പം വരുന്നവരോട് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ അവര് എപ്പോഴാണ് ഈ ഒരു യാത്ര പോകാൻ തീരുമാനിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാനുണ്ടോ? നോക്കൂ, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആ തീരുമാനം വരുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ യാത്രകളും ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അവരോട് പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് പലരും വിളിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങി പോകുമ്പോൾ നമ്മളവരോട് പറഞ്ഞു, നിങ്ങൾ അതിലൊരു വിഷമം വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അവിടെ എത്താനുള്ള ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേ നിങ്ങളുടെ യാത്ര നടക്കുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ആ യാത്ര നടക്കാത്തതിനെ പറ്റി ഇപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ പലരും വിളിക്കും, അവരത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഓക്കെ എന്ന് വെച്ചാൽ അവരുടെ ആ സമയമാകുമ്പോഴേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കൊരു ഒരു ഒരു ഇത് നിയോഗം പോലെ കൊണ്ടുപോവാം, പക്ഷെ അത് അവിടെ എത്താനുള്ള യോഗമുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. തീർത്ഥയാത്രകൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ അനുഭവിക്കും. കാരണം എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് തലേദിവസം യാത്ര നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് വന്ന് യാത്ര സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇവരുടെയാണ്. നമ്മൾ അവരോട് പറയുന്നത് വെച്ചാൽ, എല്ലാ തീർത്ഥയാത്രയിലും നമ്മുടെ ശ്ലോകം തന്നെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളെ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ശ്ലോകം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് യുവർ സെൽഫ് എന്നാണ് നമ്മുടെ തീർത്ഥയാത്ര ശ്ലോകം. അപ്പൊ നിങ്ങളെ തിരിച്ചറിയാനാണ് ഈ യാത്രയ്ക്ക് വരുന്നത്. നിങ്ങളെ അറിയാന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനെയാണ് തിരിച്ചറിയുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ് കിട്ടാൻ ശ്രമിക്കണം എന്ന് പറയാറുണ്ട്. ഒരുപാട് ബഹളങ്ങളല്ല നമുക്ക് യാത്രകളിൽ വേണ്ടത്. പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരിക്കും. വാഹനത്തിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ പാട്ടും എല്ലാം, ഭജനയും എല്ലാം ഉണ്ടാവും. നമ്മുടെ വളരെ ആഘോഷപരമായ കുടുംബം പോലെ തന്നെയാണ് യാത്ര പോവുക. പക്ഷെ എവിടെയെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾ ചെയ്യുന്ന യാത്രയിൽ നിങ്ങളും ഭഗവാനും മാത്രമാവുന്ന ഒരു മൊമെന്റ്, ആ മൊമെന്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നമ്മളവർ പറഞ്ഞു കൊടുത്തിരിക്കും. എൻ്റെ അറിവിൽ എല്ലാവർക്കും അത് കിട്ടാറുണ്ട്. യാത്രയുടെ അവസാനം, തീർത്ഥയാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്രയുടെ തുടക്കത്തിൽ ആരും പരസ്പരം പരിചയപ്പെടുന്നില്ല. പേരും സ്ഥലം മാത്രം അറിയാന്നുള്ളത്, എന്താണ് അവരുടെ പൊസിഷൻ, അവർ ഏത് പൊസിഷനിൽ വന്നാണ്, ഇതൊന്നും തന്നെ ആരെയും പരിചയപ്പെടുന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വെറുതെ ഫോർമലായിട്ട് ഇവർ പരസ്പരം പരിചയപ്പെട്ട് പേരും സ്ഥലം മാത്രം അറിയുള്ളൂ. ഇത് കഴിഞ്ഞ് യാത്ര അവസാനിക്കുന്ന ദിവസം നമ്മളൊരു കാച്ചപ്പ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ മീറ്റിങ്ങിലാണ് നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങൾ എങ്ങനെ യാത്രയിൽ വന്നു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറയും. എന്നുവെച്ചാൽ അവർ തമ്മിൽ ഡിഫറൻസിയേഷൻ ഇല്ല. യാത്ര ചെയ്യുന്ന സമയത്ത് അവരെല്ലാം തീർത്ഥയാത്രകരാണ്. ഒരു പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ഉന്നതാധികാരിയാണോ അതോ ചെറിയ ജോലിക്കാരനാണോ എന്നൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും തീർത്ഥയാത്രകളാണ്. തിരിച്ചു വരുന്ന ദിവസം അവർ പരസ്പരം അവരുടെ പൊസിഷനുകളും സൊസൈറ്റിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നു, മക്കളെ പറ്റി പറയുന്നു, കുടുംബങ്ങളെ പറ്റി പറയുന്നു. ഇത് കഴിഞ്ഞ് യാത്രയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, യാത്രയിൽ ഉണ്ടായ അനുഭവങ്ങളും കൂടി അവരെ പറയുകയാണ്. അപ്പൊ അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് കേൾക്കാൻ കിട്ടാറുണ്ട്. മാത്രമല്ല, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ വാർദ്ധക്യ കാലത്ത് ഒറ്റപ്പെട്ട് പോകുന്ന ദമ്പതികളാണ് ഏറ്റവും വലിയ പ്രശ്നം.
കാരണം മക്കളൊക്കെ അവരെയും ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ വർക്ക് കൾച്ചർ അതാണ്. അത്രയും ഡിമാൻഡിങ് ആയതുകൊണ്ട് അവർക്ക് വന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ മൈഗ്രേഷൻ കേരളത്തിൽ വളരെ കൂടുതലാണ്, തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന പലരെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യലി അവർക്ക് പുതിയൊരു കുടുംബം കിട്ടുകയാണ് ഒരു യാത്ര കഴിയുമ്പോൾ. അത് പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുള്ള സാധനം വെച്ചാൽ നമ്മൾ തീർത്ഥയാത്ര ഒരുമിച്ച് ചെയ്യുന്നത് പൂർവ്വകാല ബന്ധുക്കളാണെന്നാണ് പറയാം, പൂർവ്വജന്മ ബന്ധുക്കളാണെന്നാണ് പറയാം. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം വരുന്ന എല്ലാവരും തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലായി മാറും. പിന്നെ പലരും അവരവരുടെ വീടുകളിലെ ചടങ്ങുകൾക്ക് പരസ്പരം ക്ഷണിക്കുന്ന രീതിയിൽ ഒരു പുതിയ ബന്ധുത്വം ആരംഭിക്കണം, ഒരു പുതിയ കുടുംബം ആരംഭിക്കണം. ഇത് ഇത്തരത്തിലുള്ളൊരു യാത്ര പോയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ആ വാട്സപ്പ് ഗ്രൂപ്പ് വർഷങ്ങളോളം അല്ലെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതൊരു കുടുംബമാവാണ്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തീർത്ഥയാത്രയുടെ ഫാമിലി ഉണ്ട്. അപ്പൊ നമ്മുടെ തീർത്ഥയാത്രയെ പറ്റി പൊതുവിൽ പറയുന്നത് ഇതൊരു ട്രാവൽ കമ്പനി അല്ല, അതൊരു ട്രാവൽ കമ്മ്യൂണിറ്റിയാണ്. ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും. അപ്പൊ ഒരു കുടുംബം പോലെയാണ് എല്ലാവരും. യാത്രകളെല്ലാം നല്ല രസമായിട്ടുള്ളൊരു അനുഭവമാണ്. നമുക്ക് എത്രയോ പേരുടെ സന്തോഷം നമുക്ക് പങ്കിടാൻ പറ്റുന്നു. എത്രയോ പേര് നമ്മളെ പറ്റി നമ്മുടെ ഓരോ യാത്രകളെയും ശ്രദ്ധിച്ചിരിക്കുന്നു. അവർ വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ആൾക്കാർ പോയിട്ടുണ്ടെന്നുള്ളൊരു അത് വലിയൊരു അനുഭവമാണ് ശരിക്കും. ഇപ്പോ നമ്മൾ പറയുകയുണ്ടായി ഈ തീർത്ഥാടന യാത്ര പോവുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോഴാണ് നമുക്ക് ആ യാത്ര പോകാൻ വേണ്ടി. ഇപ്പൊ കുംഭമേള ഒരു കാലഘട്ടം വരെ കേരളത്തിലുള്ള ആളുകളൊന്നും കുംഭമേളയിലേക്ക് അങ്ങനെ പോയിരുന്നില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ മഹാകുംഭമേള നടന്ന സമയത്ത് നമ്മൾ കണ്ടു വലിയ രീതിയിൽ കേരളത്തിന്റെ ഒരു പങ്കാളിത്തം അതിൽ, അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പങ്കാളിത്തം അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പക്ഷെ ഇപ്പൊ കൈലാസ യാത്രകൾ എടുക്കുകയാണെങ്കിലും പോകുന്ന മലയാളികളുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് കൂടി വരുന്നുണ്ട്. സോ എന്തിനു വേണ്ടി ഒരാൾ കൈലാസത്തിലേക്ക് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി ഉണ്ടാകുക? അവനവന്റെ വേരുകൾ തിരിച്ചറിയാൻ വേണ്ടി തന്നെ പോകണം എന്നുള്ളതാണ്. കാരണം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട പലതും നമ്മുടെ ഈ മണ്ണിൻ്റെതല്ലായിരുന്നു, നമ്മുടെ സംസ്കാരത്തിൻ്റെതല്ലായിരുന്നു. കാരണം സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനവിഭാഗത്തിന്റെ കാലാവസ്ഥ മുതൽ ആ പ്രദേശത്തെ ഇപ്പം നമുക്ക് തിരിച്ചറിയാം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉള്ളൊരു അറിവെന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് പ്രകൃതി ഒരുക്കുന്ന പഴങ്ങൾ അതാത് കാലാവസ്ഥയിൽ അവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇപ്പൊ ചക്കയും മാങ്ങയൊക്കെ ഒരു കാലത്ത് എന്താ പറയാ മോശപ്പെട്ട കനികളായി മാറുകയും ആപ്പിളും ചെറിയൊക്കെ വലിയ കനികളായി മാറിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് കേരളത്തിന്റെ കാലാവസ്ഥയിൽ വേനൽക്കാലത്ത് ഏറ്റവും അനുയോജ്യമായ പഴങ്ങളാണ് ചക്കയും മാങ്ങയും. ഇതൊരു തിരിച്ചറിവാണ്. ഇതിന് പകരം നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട പഴങ്ങൾ കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരുന്ന കഴിക്കുന്നുണ്ട്, മോശം എന്നല്ല പറയുന്നത്. പക്ഷെ ഏറ്റവും അനുയോജ്യം ഇതാണ്. അപ്പം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്, ഇവിടുത്തെ എനർജികളുണ്ട്. ഈ മണ്ണിന്റെ എനർജീനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ മറന്നുകൊണ്ട് അതിനെ വെറും ഞാൻ നേരത്തെ പറഞ്ഞ വാക്യാർത്ഥത്തിലെടുത്തുകൊണ്ട് ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുമ്പോൾ അത് അതിന് ശാസ്ത്രീയമായ അടിത്തറപ്പുണ്ട്. പണ്ട് പറയാ ഒന്നപ്പം ഗ്രഹണ സമയത്ത് കഴിച്ചിരിക്കും എന്തുണ്ടാവണം നോക്കട്ടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് തിരിച്ചു പോകിന്റെ പാതയിലാണ്. അത് ഒരു പ്രായശ്ചിത്തം. ഇപ്പൊ ഞാൻ മണ്ഡലേശ്വര ആനന്ദവനം മലയാളിയാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുനാവായയിൽ ഇവിടെ ഒരു കുംഭമേള ഉണ്ടാവുന്ന പറഞ്ഞപ്പോൾ കേരളം കുംഭമേളയിൽ നിന്ന് വിട്ടുനിന്നു കുംഭമേളയെ പുച്ഛിച്ചു എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം കുംഭമേള നടത്തിക്കൊണ്ട്, കേരളത്തിലെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനം ഈ പറയുന്ന 4 സ്ഥലങ്ങളല്ലാതെ ചെയ്യാൻ മെനക്കെട്ടിട്ടില്ല. കേരളം കുംഭമേള നടത്തിക്കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാണ്. അത് അത്യാവശ്യമാണ്. കാരണം അത്രയേറെ നമ്മൾ നമ്മുടെ പേരുകൾ മറന്നു, നമ്മൾ തെറ്റായ വഴികളിലേക്ക് പോയി. നമ്മുടെ പേരിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് വളരെ ശക്തമായിട്ട് വരുന്നത് പറയുന്നത് സന്തോഷമാണ്. കാരണം കഴിഞ്ഞ കേരളത്തിലെ കുംഭമേളയിലും വളരെ പ്രാതിനിധ്യമായിരുന്നു കൈലാസം. നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങളുടെ വേരുകളെ തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങളെ ബോധ്യപ്പെടുന്ന കൈലാസ യാത്രകൾക്ക് മറ്റൊരു കാരണം നോക്കേണ്ടതില്ല. മനുഷ്യ ശരീരം നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ, ഇപ്പോൾ ദുര്യോധനോട് ധൃതരാഷ്ട്ര പറയുന്നുണ്ട്, ദുർലഭമാകിന മനുഷ്യത ലഭിച്ചാൽ വല്ലതും നിവൃത്തിപദമുണ്ടായി ചെയ്യുക ഹരശംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യജന്മമാണ്. നമുക്ക് മനുഷ്യജന്മത്തിൽ ചെയ്യേണ്ടത് നിവൃത്തിപദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ നിവൃത്തിപദം ചെയ്യാൻ നമ്മളെ മുമ്പിൽ തീർത്ഥാടനങ്ങളുടെ ചക്രവർത്തി അല്ലെങ്കിൽ ഏറ്റവും അവസാന വാക്കെന്ന് പറയുന്നത് കൈലാസയാത്രയാണ്. കൈലാസയാത്ര ചെയ്യാൻ ഞങ്ങൾ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം എങ്ങനെയാണോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അതിനനുസരിച്ച് വരട്ടെ. 2015 ആദ്യമായിട്ട് പോകുന്നത്, 2025 ഈ 10 വർഷത്തിൽ ഇവിടെ വന്ന മാറ്റങ്ങൾ ഇപ്പൊ നമുക്കറിയാം. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് കുറച്ചുകൂടി വളരെ ശക്തമാണ്. ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിലാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ സഹായിച്ചിട്ടുണ്ടോ ഇത്തരം യാത്രകളെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട്? നോക്കൂ, പ്രധാനമായിട്ട് പറയേണ്ടത് അവിടെ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് ആണ്.
ഇപ്പൊ നമ്മുടെ കാലത്തിന്റെ 2015 ഉൾപ്പെടെ നമ്മൾ പോകുന്ന സമയങ്ങളിലൊന്നും തന്നെ റോഡുകൾ കിടന്നിട്ടില്ല. ഇപ്പൊ ലിബിലേക്ക് പാസിലേക്ക് വരെയുള്ള റോഡുകളില്ല. ദാർച്ചിലേക്ക് നടന്നിട്ടാണ് നമ്മളൊക്കെ യാത്ര ചെയ്തിരുന്നത്. ഇന്ന് ലിബിലേക്ക് പാസ് വരെ റോഡ് വന്നു, മോട്ടറബിൾ ആയിട്ടുള്ള റോഡ് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നടന്നു പോകേണ്ട അവസ്ഥ അവിടെ ഇല്ല. അത് യാത്രയുടെ മനോഹാരിതയ്ക്ക് ചെറിയ കോട്ടൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ഒറ്റയടി പാതകളിൽ കൂടി കാട്ടിൽ കൂടെ പോകുന്ന ഒരു അനുഭവമൊന്നും മോട്ടോർ റോഡുകളിൽ കിട്ടില്ല. പക്ഷെ അപ്പുറത്ത് കിടക്കുമ്പോൾ ചൈനയിലും നമ്മൾ കാണുന്നത് വളരെയേറെ വികസനം വന്നിട്ടുണ്ട്, വളരെയേറെ കാര്യങ്ങൾ വികസനം വന്നിട്ടുണ്ട് അവിടെ. അപ്പൊ ഈ വികസനം വന്നിട്ടുള്ളത് കൊണ്ട് യാത്രകൾ കുറെ കൂടി എളുപ്പമായിരുന്നു. പക്ഷെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ എത്ര കണ്ട് വികസനം കൂടുന്നു അത്ര കണ്ട് നമ്മുടെ ഒരു കഷ്ടതകൾ കുറയുമ്പോൾ അത്ര കണ്ട് ഈ യാത്രയിൽ വിനോദസഞ്ചാരം പോലെ വരുന്ന ആൾക്കാരെ എണ്ണം കൂടാനും സാധിക്കും. അതിന്റെ ഒരു അപകടകരമായ വശമാണ്. കാരണം പണ്ട് വന്നിരുന്നത് അത്രയേറെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് വരുന്നതിൽ കുറെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് വരുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. പലരും കൊണ്ടുവന്നിട്ട് ഒരു തയ്യാറെടുപ്പില്ലാതെ എന്താണെന്ന് അറിയാതെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു പ്രശ്നം വരുന്നുണ്ട്. മറ്റെല്ലാ അർത്ഥത്തിലും എന്ന് വെച്ചാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ പോകുന്ന സമയത്തെ സമീപനത്തിൽ ഇപ്പോൾ വ്യത്യാസമുണ്ട്. പണ്ട് നമ്മളോട് കാണിച്ചിരുന്ന ഒരു ചിറ്റമ്മ നയം ഇന്ന് ഇല്ല, ഇന്ന് കുറച്ച് കുറഞ്ഞു. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിലും. താങ്ക് യു. ഇത് പറയാനും അത് കാരണം ആരെങ്കിലും ഒരാളെ യാത്ര ചെയ്യാനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ സന്തോഷം. നന്ദി.